Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. ആദ്യം പഴംപൊരി തയ്യാറാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള മാവ് കലക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. ഇത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഈ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് കലക്കിയെടുക്കാം. ലൂസായി പോവരുതേ, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയും ആവരുത്. ഇത് പഴത്തിൽ കോട്ട് ചെയ്തെടുക്കാവുന്ന കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുക. പിന്നെ പഴംപൊരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. then ഈ കൺസിസ്റ്റൻസിയിൽ കലക്കുക. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവാത്ത രീതിയിൽ കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കാം. വളരെ കുറച്ച് ചേർക്കാം. 1 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ പഴംപൊരിയുടെ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയും പഴംപൊരി തയ്യാറാക്കാനായിട്ട് 2 ഏത്തക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തക്ക എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരെണ്ണം നമുക്ക് 4ആയിട്ട് കീറിയെടുക്കാം. അങ്ങനെ ഞാൻ പഴമെല്ലാം കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു പീസ് പഴം എടുത്തിട്ട് മാവിൽ നല്ലോണം മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒരു വശം ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പഴംപൊരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ചായക്കടയിൽ കിട്ടുന്ന ടേസ്റ്റിലുള്ള പഴംപൊരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം.